ഹായ് ഗൈസ്, സോ ടുഡേ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അതാദ്യം പറ, എന്നിട്ട് മതി. കാണാൻ ഭംഗിയില്ലാന്ന് എനിക്ക് എന്റെ ഫോൺ തന്നെ പറഞ്ഞു. അപ്പം നമുക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ കുക്കിംഗ്. സോ ഇന്ന് നമ്മൾ എന്റെ കുക്കിംഗ് സ്കിൽസ് കാണിച്ചു തരാൻ പോവാണ്. ഇതിനു മുമ്പും എന്റെ കുക്കിംഗ് സ്കിൽസ് കാണിച്ചു തന്നിട്ട് കാണാൻ പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം, നിങ്ങൾ പറഞ്ഞു തരണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനു മുമ്പ് എന്റെ കുക്കിംഗ് സ്കിൽസ് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അത് അംഗീകരിച്ചില്ല. അപ്പം ഗായ്സ്, നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാണ്. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു വേറെ ചാറ്റ് വേണം. കാരണം ഞാൻ കുറെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എന്റെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഇന്ന് എന്റെ താടകമാണ് എന്റെ വീട്ടിൽ. ഓക്കെ, ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, let's carry out this. It's time for ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ, ഞെട്ടാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇവിടെ വെക്കാം. അപ്പൊ ഒരു പാചകക്കറി ലുക്ക് കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ഈ ബുദ്ധി? നമ്മൾ നിങ്ങൾക്ക് എന്റെ കുക്കിംഗ് സ്കിൽസ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഞാൻ പഠിപ്പിച്ചു തരാം. കത്രിക കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് കത്തി വെച്ച് മുറിക്കാം. ഞാൻ പറഞ്ഞത് കണ്ടോ, കഴുത്തിറക്കുന്ന പോലെ വേണം നമ്മുടെ ന്യൂഡിൽസ് അറുത്തെടുക്കാൻ. പേടിക്കരുത് കേട്ടോ. എന്നൊക്കെ നല്ല രസമുണ്ടല്ലേ? മതി, ഞാൻ പറയില്ല. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലേവർ ഞാൻ ഇവിടെയാണ് മുറിച്ചത്. ഇവിടെയൊന്നും ശരിക്കും മുറിക്കണ്ടേ, പക്ഷെ എന്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ ഇവിടെ മുറിച്ചു. കാര്യത്തടുത്ത് കാണിച്ചൊന്നില്ല. കെംചി എന്താ സ്പൈസി കെംചി അങ്ങനെ വേണം പറയാൻ. ഓക്കെ, കത്തി വെച്ച് ആർക്കെങ്കിലും ഇങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മുറിക്കാൻ പറ്റുമോ? എന്നെ പോലെ എനിക്ക് നല്ല പോലെ അടുത്ത് ശീലമുണ്ട്. എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഞാൻ ഓർത്ത് കളയും. ഇതിലേക്ക് ഇടുന്ന റെസിപ്പീസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇങ്ങനെ ഞെട്ടോ, ഇങ്ങനെ സംഭവമാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണു. നമ്മളെവിടെ നിർത്തിയ ഞാൻ മറന്നുപോയി കേട്ടോ. പറ്റിയോ? ഇല്ല. ഓക്കെ, ഇപ്പം ന്യൂഡിൽസ് റെഡിയായി, സോസേജ് റെഡിയായി. അങ്ങനെ സീസണിങ് പൗഡർ ഇട്ടു, സീസണിങ് ഓയിൽ ഇട്ടു. ഇനി നമ്മൾ ഇതിട്ടിട്ട് ഇങ്ങനെ ഏക്കണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ചേർത്തിട്ട് ഇതങ്ങോട്ടൊരു പോലെ പൊളിക്കും. ഇതൊക്കെ സാധനങ്ങൾ നമുക്ക് കഴിഞ്ഞ കാണുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ കൊണ്ടിടാം. കാരണം ഇതിപ്പോ പിസ്സ മിക്സ് ആണോ, അത് ഇട്ടണോ? കുറച്ചൊക്കെ കുറച്ച് പിസ്സ മിക്സ് കുറച്ച് മതി. ഒറിഗാനോ അതും കുറച്ചിടാം. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ട് അതൊക്കെ ഇട്ടോ. ഇതോ പാപ്രിക്ക പൗഡർ. ഓക്കെ, ഇത് കറ്റി പിടിച്ചിരിക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ തൊട്ടിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങക്ക് മനസ്സിലായില്ലേ എനിക്ക് കഴിവില്ലെന്ന്? ഓക്കെ, കഴിവില്ല എന്ന് വെച്ചോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലേ എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്? കണ്ടില്ലേ? സന്തോഷമായില്ലേ? ഗരം മസാല, സാമ്പാർ മസാല, എഗ് മസാല, ചിക്കൻ മസാല, അങ്ങനത്തെ മസാലകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിട്ട് ഒരു പ്രശ്നമില്ല. കുറച്ച് വേറെ ഇളകും, വയറിളകും, അത്രല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് താരതമ്യം ചെയ്ത് പോകണ്ട. എങ്ങനെയൊക്കെയല്ലേ ജീവിതം പഠിക്കുന്നേ? കുറച്ച് വയറിളകിയിട്ടൊക്കെയല്ലേ ജീവിതം പഠിക്കുന്നേ? മുട്ട എടുക്കണം, മുട്ട. ഇനി ഇത് കണ്ടില്ലെന്ന് പറയരുത് കേട്ടോ. കണ്ടില്ലെന്ന് മാത്രം ആരും പറയരുത്. എന്റെ കഴിവ് കണ്ടോ? നമ്മൾ ആദ്യം നമ്മുടെ ഇങ്ങനെ സോസേജ് ഒക്കെ ഇച്ചിരി കൊണ്ട് മാറ്റി ഇതൊക്കെ ഇച്ചിരി മാറ്റിയിട്ട് കണ്ടോ? ഇനി എന്റെ കഴിവ് കണ്ടോ? ഇല്ലല്ലോ, ഒരു കൈ കൊണ്ട് മുട്ടയൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന പറഞ്ഞല്ലോ. എന്നെ പോലെ ആർക്കും പറ്റില്ലല്ലോ. ഞാനൊരു സൂപ്പർ ഗേൾ, സൂപ്പർ വുമാൻ. ഈശ്വരാ, കാണുന്നില്ല. ഇതെന്ത് പോലെ എനിക്ക് അറിയത്തില്ല. മറന്നു നോക്കാം. അയ്യോ, മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ അതവിടെ വെച്ചേക്കാം. ഇതെന്ത് പൊടിയാ? നൂഡിൽസ് ജീരകപ്പൊടി ഇടോളാ. അയ്യോ, ഇത് ഞാൻ മറത്തു നോക്കിയില്ല. ഇതിന് മണമില്ലേ? ഇതാണ് എന്ത് ചെയ്താലും വൈറലാവും. കാര്യങ്ങൾ നോക്കിട്ട് മണമില്ല. ഞാൻ പക്ഷിടാം. ഓക്കെ, ഇനി നമ്മളെ മസാലകൾ കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പോലെ ആർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കണ്ടോ? ഈശ്വരോ, ഇടത് എനിക്ക് പിടിക്കാൻ പറ്റുന്ന കൈ വറക്കുന്നത്. അപ്പൊ ഞാനിത് കഴുകി വെച്ചിട്ട് കഴിക്കണോ? അത് കഴിച്ചിട്ട് വേണം ഇത് കഴുകി വെക്കാൻ.
കൺഫ്യൂഷൻ ആയാലും ആയിട്ട് കൺഫാം ഇങ്ങനെ കണ്ടോടോ ഭംഗിയുണ്ടോ എന്നെ പോലെ ഭംഗിയില്ല തിളങ്ങിയിരിപ്പില്ലടോ. അനുഭവം കൊണ്ട് പറയണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകും. ടേസ്റ്റ് ഉണ്ട് പേടിക്കണ്ട. അപ്രൂവ്ഡ്. അപ്പൊ എല്ലാവരും നീറ്റ് ട്രൈ ചെയ്ത് നോക്കാം.